ഇത് ഉമ്മയുടെ പേര് ഭീമ കണ്ണ് എന്നാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉമ്മയുടെ മകൻ സുനീർ ആത്മഹത്യ ചെയ്തത്. ഇത് സഹോദരിയുടെ ഭർത്താവ് എന്നിവരാണ്. രണ്ടുപേരുടെ പേര് കൂടെ. ഇവരുടെ ഫാമിലിയിൽ ഞാൻ ചെന്നൈ നിൽക്കുമ്പോഴായിരുന്നു എന്നെ അറിയിച്ചത്. ഞാനപ്പോൾ ചെന്നൈ നിൽക്കുമ്പോൾ എന്നെ അറിയിക്കുകയും ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോവുകയുമാണ് ചെയ്തത്. വളരെ വേദനാജനകമായ, വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. നമ്മുടെ മാധ്യമങ്ങൾ അത് അറിയുകയും ഇന്ന് ഇതിന് ശേഷം പോലീസ് DGPക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നുണ്ട്. കംപ്ലയിൻ്റ് കോപ്പികളാണ്. DGPയുടെ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് DGP കൊടുത്തതിന് ശേഷം കൈമാറാമെന്ന് കരുതുന്നത്. ഉമ്മയുടെ അനുഭവം എന്താണെന്ന് പറയും. പക്ഷേ രത്നചുരുക്കത്തിൽ മാധ്യമങ്ങൾ മനസ്സിലാക്കാൻ സുനീർ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള മാനസികമായ പീഡനങ്ങളും ചില വ്യാജ പരാതികളും കുടുംബത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങളും മറ്റും കാരണം മനംനൊന്താണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത്. ശനിയാഴ്ച രാവിലെ 2:45 വരെ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ടായിരുന്നു. ഭാര്യയോട് സംസാരിക്കുന്നതിൻ്റെ തെളിവുകളും സ്ക്രീൻഷോട്ടുകളും മറ്റുമുണ്ട്. അതിനുശേഷം ഞങ്ങൾ പോലീസിൽ അപ്രോച്ച് ചെയ്യുകയും മറ്റും ചെയ്തു. പക്ഷേ പോലീസുകാരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. പോലീസുകാർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാൻ നമുക്ക് വകുപ്പില്ല. അപ്പോൾ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് ഒരു വകുപ്പ് ഇട്ട് കുറ്റം പറയണമെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അതിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ യാതൊരു കാരണവശാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു സമീപനം ഉണ്ടായിട്ടില്ല. പോലീസുകാരെ കുറ്റമായി പറയുകയല്ല, 2-3 ദിവസം പോലീസുകാരവിടെ വന്നുപോലുമില്ല. ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ പോലീസുകാരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. എന്നിട്ടാണ് അടുത്ത ദിവസം ആ വീട്ടിലേക്ക് ചെന്നത് പോലും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഇതിനു ശേഷം DGPയെ കാണുകയും പരാതി കൊടുക്കുകയും ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കാര്യങ്ങളിൽ കേസ് അന്വേഷണം അല്ലെങ്കിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സുനീറിന് 29 വയസ്സാണ് പ്രായം. പുരുഷന്മാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള ഇത്തരം വേദനകൾ, പ്രശ്നങ്ങൾ, വ്യാജ പരാതികൾ വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിൽ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്, വലിയൊരു ഉദാഹരണമാണ് സുനീർ അടക്കമുള്ള ആൾക്കാർ. നേരെ പെട്ടെന്ന് അതിൻ്റെ ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഒരു നിമിഷം തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മരിച്ചതൊരു ആയിരുന്നെങ്കിൽ ഈ ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിക്കും ആത്മഹത്യ ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പുരുഷനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു, ഒരുപക്ഷെ അവരുടെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. മറുഭാഗത്തായതുകൊണ്ട് ഒരു രീതിയിലുള്ള ആക്ഷനോ ഒരു രീതിയിലുള്ള നടപടികളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായൊരു സത്യമാണ്. പുരുഷൻ മരിച്ചാൽ അങ്ങനെ ബോധർ ചെയ്യാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൻ്റെ സത്യം. പോലീസുകാർ 2-3 ദിവസം എന്തെങ്കിലും അന്വേഷണം നടത്തി നോക്കിയ ഒരു സാധനം കാണിച്ചിട്ട് കേസങ്ങ് നിർത്തി അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഉമ്മയിൽ നിന്ന് തന്നെ കേൾക്കാം, എന്നിട്ട് അതിൻ്റെ ബാക്കി സാങ്കേതിക വശങ്ങൾ കൂടെ പറയും. എൻ്റെ മോൻ വെള്ളിയാഴ്ച രാത്രി വണ്ടി ഓടാൻ പോയിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷവനായിട്ടാണ് റൂമിൽ ചെന്ന് കിടന്ന്. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ. രാത്രി ആ പെണ്ണുമായിട്ട് വിളിച്ച് ചാറ്റ് ചെയ്തെന്നാണ് അവൻ കത്തിൽ എഴുതിയിരിക്കുന്നത്. കത്തിൽ എഴുതിയിട്ടുണ്ട്, എല്ലാ തെളിവുകളും അവൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവൻ എൻ്റെ മോനിക്ക് നീതി കിട്ടണം, ഈ സത്യം എല്ലാം വെളിപ്പെടുത്തണം. എന്താണ് ഇത് സത്യം എന്നുള്ളത് വെളിപ്പെടുത്തി എൻ്റെ മോനിക്ക് നീതി കിട്ടണം. നീതി കിട്ടിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എൻ്റെ പൊന്നു മോനാണ് എന്നെ നോക്കണത്, എൻ്റെ ചെല്ല മോനാണ് എന്നെ നോക്കണത്. എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം എൻ്റെ മോനായിരുന്നു. എവളെ കെട്ടിക്കൊണ്ട് വന്നിട്ടും എൻ്റെ മോനിക്കൊരു വിഷമം ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ഞാൻ അവളെ പൊന്നു പോലെയാണ് ഞാൻ നോക്കിയത്. അവൾക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. അവളെ കോളേജിൽ ഞാൻ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വരും. അവൾ പറയുന്ന സാധനം അപ്പോഴും ഞാൻ വാങ്ങിച്ച് കൊടുക്കും. എന്നിട്ട് അവൾ ഒരുപാട് നാടകങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്ന് കാണിച്ച് എൻ്റെ മോനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. കല്യാണം കഴിഞ്ഞപ്പോൾ 3ൻ്റെ അന്ന് തൊട്ട് എൻ്റെ മോൻ വന്ന് എന്നെ ഉറങ്ങിക്കിടന്നപ്പോൾ വന്ന് വിളിക്കണം, അമ്മ പെട്ടെന്ന് വാ, അസിനെ ബോധം ഇല്ലാതെ കിടക്കണം. എന്തിനാ ഇങ്ങനെ സംഭവിച്ചാൽ? അത് എന്താ അമ്മ, എനിക്ക് അറിഞ്ഞുകൂടാ, അവൾക്ക് ബോധമില്ല. അങ്ങനെ അവൻ തട്ടി ഉണർത്തിയിട്ട് അവൾ എണീച്ചപ്പോൾ അവളെ ഉമ്മാട്ടെ വിളിച്ചമ്മ രാത്രി വിളിച്ച് പറഞ്ഞ് അവൾ അങ്ങനെ തന്നെയാണ്, അവൾ ബോധമില്ലാതെ കിടക്കും, കുറച്ച് കഴിയുമ്പം അത് ശരിയാവും. അവളെ സഹോദരനും പറഞ്ഞ് അളിയൻ പേടിക്കണ്ട, അവൾ പിന്നീട് ശരിയാവുമെന്ന്. പക്ഷെ അതേ സംഭവം നിരന്തരം ആ റൂമിനകത്ത് അത് നടന്ന് വരെയായിരുന്നു. അവൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. അവസാനം ഒരു ദിവസം എൻ്റെ മോനെ അടിച്ച്, എൻ്റെ മുമ്പിലിട്ട് അടിച്ച്.
അവർ പ്രശ്നമായി വീണ്ടും ഇനി വെളിയിൽ എന്നെ വിളിച്ച് ഞാൻ ഓടിച്ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മുമ്പായിട്ട് അടിച്ച്. അങ്ങനെയാണ് അവളെ വീട്ടിൽ പോയിട്ട് അന്ന് അവളെ കൊണ്ടുവന്ന് ഞങ്ങൾ പോയി കൊണ്ടുവന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ലാസ്റ്റ് വീണ്ടും ഇതിനെ ചൊല്ലി വീണ്ടും പ്രശ്നമുണ്ടായി. ഞാൻ കോളേജിൽ പോയി അവൾ കള്ളം പറഞ്ഞ്. ഇവൾ രാവിലെ 7 മണിക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ തിരിച്ചു വരും. നീ എവിടെ പോയിട്ട് വന്ന അസ്ന? അത് ബസ് കിട്ടിയില്ല, ഞാൻ നടന്നാണ് വന്നത്, എനിക്ക് പറ്റിയില്ല, അങ്ങനെയാണ് ഇപ്പം വന്നെത്തിയെന്ന്. എനിക്ക് സംശയം ഉണ്ടായി. ഞാൻ കോളേജിൽ ഒരു ദിവസം 3 മണിക്ക് ഞാൻ കോളേജിൽ പോയിട്ട് കോളേജിനകത്ത് അവർ അപ്പോഴും വിട്ടില്ലായിരുന്നു. 4:15 വിടും. ആ സമയം വരെ ഞാൻ അവിടെ നിന്നിട്ടും ഇവളെ കണ്ടില്ല. കോളേജ് വിട്ട് അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെയൊക്കെ ആയിട്ട് അസ്ന വന്നില്ല. എന്നിട്ട് അസ്ന വന്നു എവിടെയെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചുങ്ങളൊന്നും പറയാതെ അങ്ങ് പോയി. അപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു പള്ളിപ്പുറത്ത് നിൽക്കണം. ഞാൻ കേട്ട് നിൻ്റെ കോളേജിൽ ഞാൻ നിൽക്കുകയല്ലേ, നീ എങ്ങനെ അവിടെ പോയി? അത് ഞാൻ മാഡത്തിൻ്റെ കൂടെ വന്നതാണ്, കേക്ക് ഓർഡർ ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞു. വീണ്ടും അവൾ കള്ളത്തനം പറഞ്ഞിട്ട് നീ കള്ളം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എല്ലാം റെക്കോർഡുണ്ട്. കള്ളം പറയല്ലെന്ന് തന്നെ ഫോൺ അങ്ങ് വെച്ചിട്ട് ഇവൾ വീട്ടിൽ വന്നു, ഞാനും വീട്ടിൽ വന്നു. എന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ ഒരുപാട് കള്ളത്തനം പറഞ്ഞു. ഞാൻ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കള്ളങ്ങളും പറഞ്ഞ് എന്നെ അടിക്കുക വരെ ചെയ്ത്. ആ രാത്രി അടിച്ച് വീണ്ടും അന്ന് രാത്രി ഓട്ടം പോയിട്ട് വന്നപ്പോൾ വീണ്ടും അവൻ്റെ പ്രശ്നം ഉണ്ടാക്കി വീണ്ടും ഒരടി അവനെ അടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അവൻ എന്തോ പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞിട്ടാണ് അവളെ സമാധാനപ്പെടുത്തിയിട്ട് അവൻ വണ്ടി ഓട്ടം പോയി. നേരം വെളുത്തപ്പോൾ രാവിലെ ചായ ഇട്ട് കുടിച്ചിട്ട് ഇവൾ അവിടെ വീട്ടിനകത്തിരുന്ന് ഇവൾ ഫോണിൽ സംസാരിക്കണം. രാവിലെ മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും സംസാരിക്കണം. ഞങ്ങൾ അറിയണില്ല, ഞാനോ എൻ്റെ മോനോ എൻ്റെ മോളോ അറിഞ്ഞിട്ടില്ല. ഇവൾ ആർക്ക് വിളിക്കുന്നോ ആരെയും സംസാരിക്കണോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവളെ ഞങ്ങൾ ആരും ഉപദ്രവിച്ചിട്ടുമില്ല. ഇത് സത്യമാണ് പറയുന്നത്, ആരും ഉപദ്രവിച്ചിട്ടില്ല. ഇവൾ സ്വയം ആൾക്കാർക്ക് എൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാകാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് മരണമൊഴിയായിട്ട് കണക്കാക്കാൻ കഴിയുന്ന ആത്മഹത്യാക്കുറിപ്പിലും ഈ ഭാര്യ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കായികമായ ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല, ക്ഷമിക്കുകയാണ്. അത് ഈ ആത്മഹത്യാക്കുറിപ്പിലടക്കം, പുള്ളിയുടെ ആത്മഹത്യാക്കുറിപ്പാണിത്, പോലീസുകാർക്കെല്ലാം കൈമാറിയിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലടക്കം ഇത് മെൻഷനുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധവും അതാണ് അതിലെ ക്രക്സ്, വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധവും മറ്റും ഉണ്ടായിരുന്നു. ഇവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് താല്പര്യവും മറ്റും കുറവായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് പോലീസിലടക്കമുള്ള കംപ്ലൈൻറ്റുകളും മറ്റും കൊടുത്തു. അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നാടകം കളിക്കുന്നത്. ഈ കുട്ടി സ്വന്തമായിട്ട് പിന്നീട് വെയിൻ മുറിക്കുകയാണെന്നൊക്കെയുള്ളൊരു നാടകവും മറ്റും കളിച്ചു. എങ്ങനെങ്കിലും ഈ വീട്ടിൽ നിന്നും ഈ കല്യാണത്തിനും പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി യഥാർത്ഥത്തിൽ ആ ആണിനെ ബലിയാടാക്കുക. അപ്പോൾ ഉമ്മയെ കായികമായി ആക്രമിക്കുന്നത്, ഭർത്താവിനെ കായികമായി ആക്രമിക്കുന്നത്, എങ്ങനെങ്കിലും ആ ബന്ധം പൊട്ടിക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങൾ വെളിയിൽ പോകണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതുള്ളത്. അപ്പോൾ ഇനി 2 വീഡിയോ ഉണ്ടെന്നോ, ആ മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ. ഈ പെൺകുട്ടി ഈ പുരുഷനെ അല്ലെങ്കിൽ കായികമായി ആക്രമിക്കുന്നതിൻ്റെ അടിക്കുന്നതിൻ്റെയും വീഡിയോ അടക്കം ഇവരുടെ കയ്യിലുണ്ട്. ഇവർ ആ വീഡിയോ അടക്കം എടുത്തു വെച്ചിട്ടുണ്ട്. അയാൾക്ക് തിരിച്ചടിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നല്ല വീട്ടിൽ പറഞ്ഞുകൊണ്ടും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടും അങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കുന്നുള്ളതുകൊണ്ടും തിരിച്ചടിക്കുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടി ഇയാളെ ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇവരത് എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയുമായിട്ട് ഈ പെൺകുട്ടി ചാറ്റ് ചെയ്യുന്ന അമ്മ തന്നെ പറയും, പക്ഷേ ഞാൻ പറഞ്ഞത് സ്ത്രീ വിരുദ്ധ. അങ്ങനെ അവളെ മൊബൈലിൽ നിന്ന് അവൻ നമ്പർ എടുത്ത് അവൻ്റെ കൂടെ ഉള്ള പയ്യൻ തന്നെ പറഞ്ഞ വർക്കല ഉള്ള ഒരു കൊച്ചുമായിട്ട് അവൾ ചാറ്റ് ചെയ്യണ ഒരു പയ്യനുമായിട്ട് എന്നവൻ്റെ പറഞ്ഞപ്പോൾ അവനിക്ക് വിഷമം തോന്നി. അവൻ ആദ്യമൊക്കെ മിണ്ടിയില്ല. പിന്നെ അവൻ ആ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ നോക്കിയപ്പം കറക്റ്റായി എല്ലാം ഇവളെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ എല്ലാം ആ വീഡിയോയിൽ അവൻ കണ്ടു. അപ്പോഴത്തേക്കും അവൻ്റെ മനസ്സ് അന്നേരം നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നാണ് വിചാരിച്ചത്. അവൻ പിടിച്ചു നിന്ന്. എന്നിട്ട് രാവിലെ അവിടെ പോയി ചോദിച്ചിട്ട് അവളൊന്നും ഏറ്റില്ല. പിന്നെ അവൾ പെറ്റീഷൻ കൊടുത്തപ്പോഴത്തേക്കും അവിടെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞു. അവൾ അവിടെയും സ്റ്റേഷനിലും ഏറ്റില്ല. ഒടുക്കം ആ SI ആ പയ്യനെ വിളിപ്പിച്ചപ്പോഴത്തേക്ക് ആ പയ്യൻ സമ്മതിച്ച്. ഇവൾ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്, ഈ മെസ്സേജ് എത്രയും ഞാൻ തന്നെയാണ് ഇട്ടത്, അവളും എനിക്ക് മറുപടി തന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ച്. SI പറഞ്ഞ് ഇതൊക്കെ കേട്ട് ഈ മെസ്സേജ് കേട്ടപ്പം ആ SI എന്നാ എനിക്ക് തലയ്ക്ക് ഭ്രാന്തെടുക്കണം, നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി, നിങ്ങൾ കോടതിയിൽ പോയി, എനിക്കിത് പരിഹരിക്കാൻ പറ്റില്ല, നിങ്ങൾ കോടതിയിൽ പോയി എന്ന് പറഞ്ഞ് ആ ചെറുക്കനെയും പറഞ്ഞ് വിട്ട് ഞങ്ങളെയും പുറത്തിറക്കിയതിന് ശേഷമാണ് വീണ്ടും ഈ പോലീസുകാരൻ എൻ്റെ അടുത്ത് മര്യാദയില്ലാതെ സംസാരിച്ച്. ഞാൻ വിചാരിച്ച് നാണക്കേടല്ലേ, നമ്മൾ അവിടെ നിന്നൊരു വിഷയം ഉണ്ടാക്കണ്ട, എൻ്റെ മോനിക്കും താങ്ങാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞില്ല. ഇവൾ വീണ്ടും പിറ്റേന്ന്
വനിതാ കോടതിയിൽ പോയി. അവിടെ പരാതി കൊടുത്തപ്പോൾ അവിടെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ വിളിപ്പിച്ച് പിറ്റേന്ന് രാവിലെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. എവള് പറഞ്ഞ പരാതിയുടെ പുറത്ത് ഞങ്ങൾ എല്ലാം പറഞ്ഞ് സംസാരിച്ച് തെളിവ് സഹിതം അവരെ കാണിച്ച് ആദ്യത്തെ ദിവസം അങ്ങനെ അവിടെ തെളിവ് സഹിതം അവിടെ കാണിച്ചപ്പോൾ അവരും പറഞ്ഞ് അത് ശരി തന്നെ ഇരിക്കട്ട്, അവിടെ ഉള്ള വക്കീൽ പറഞ്ഞതാണ്, നിങ്ങൾ പിന്നെ കേസ് കോടതിപരമായി പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിപരമായി പോകണം, എന്നാലും നിങ്ങൾ കോടതിയിൽ വന്നേ പറ്റൂ, അത് കോടതി വഴി കേസെടുക്കും, ഇല്ലാത്തതൊക്കെ ഞങ്ങൾ ചേർത്തെഴുതും. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ശരി, നിങ്ങൾ എഴുതുമെങ്കിൽ എഴുതി, കോടതിയിൽ വേണമെങ്കിൽ ഞാൻ വരാം, എന്നെ ജയിലിൽ കിടത്തുമെങ്കിൽ ഞാൻ കിടക്കാം. അങ്ങനെ തയ്യാറായ മോൻ ഇതെങ്ങനെ ഇത് സംഭവിച്ചെന്നേട്ടോ എനിക്ക് അറിഞ്ഞൂടാ. അവനിക്ക് വേണ്ടാന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെ ഇത് സംഭവിച്ചെന്നേട്ടോ എനിക്ക് അറിഞ്ഞൂടാ. അത് നിമിഷമാണ് സംഭവിച്ചത്. അതിൻ്റെ പിറ്റേന്ന് നമ്മൾ വനിതാ സെല്ലിൽ പോയി. അവിടെയും പരാതി കൊടുത്ത് അവിടെയും ഇതെല്ലാം ചോദിച്ചു. അപ്പോഴും ഈ തെളിവ് അത്രയും കാണിച്ചപ്പോൾ എവളെ തന്നെയാണ് അവർ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു അവൾക്ക് ഉരുപ്പടി വേണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഉരുപ്പടിയൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, അവർക്ക് 8 പവൻ്റെ 10 പവൻ്റെ 15 പവൻ്റെ ഉരുപ്പടിയൊക്കെ അവിടെ പറഞ്ഞു. അവർ പറഞ്ഞു നിനക്ക് ഉരുപ്പടിയാണെങ്കിൽ നീ കോടതി പോ, ഞങ്ങളെ ഇവിടെ നിന്ന് വാങ്ങിച്ച് തരാനുള്ള ഒരു നിയമവും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിട്ട്. പിന്നെ ഈ പയ്യൻ്റെ കാര്യം അത് അവിടെ അവർ ചോദിച്ച് വനിതാ സെല്ലിൽ പിന്നെ ഇതെടുക്കാൻ വേണ്ടി എന്തിരുന്ന പറയുമല്ലോ റെക്കോർഡ് എടുക്കാൻ, അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൾ ആദ്യം സമ്മതിച്ചില്ല. അവർക്കറിയാം, അവിടുത്തെ പോലീസുകാർക്കറിയാം അവൾ ആദ്യം സമ്മതിച്ചില്ല. ഇവക്ക് പിന്നെ സ്വർണത്തിൻ്റെ ഇത് കാണണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തെന്നറിയണം എന്നൊക്കെ അവിടെ അവരുടെ മുമ്പിൽ സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ കാണിച്ചു കൊടുത്ത് ഇത് ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഉടനെ ഇത് മൊബൈൽ ഇതിന് എന്തോന്നാ എടുക്കുമല്ലേ, കോൾ എടുക്കണ സൈബർ സെല്ലിൽ അവർ കൊടുത്തപ്പം പറഞ്ഞു എൻ്റെ മോൻ അവൾ സമ്മതിക്കൂല. അങ്ങനെ വീണ്ടും അവർ നിർബന്ധിച്ച് കൊടുത്ത് എടുക്കാൻ പോയപ്പോൾ എൻ്റെ മോൻ അവൾ അക്കൗണ്ടിൽ കയറി എടുത്തത് കൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പള്ളിപരമായി പോയി. പള്ളിക്കകത്ത് വന്ന് നടന്ന സംഭവം ദുനിയാവിൽ ഒരു മനുഷ്യരും ചെയ്യാത്ത ദ്രോഹമാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. എൻ്റെ മോനെ ഞങ്ങളെ അടിച്ചില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് പ്രസിഡൻറ്റ് സെക്രട്ടറി ഒക്കെ പറയുന്നു നിങ്ങൾ വെളിയിലിറങ്ങും, ഞങ്ങളെ ജമാത്താണ്, ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് ആ കൊച്ചും അവളെ ഉമ്മായും സഹോദരനും ഉപ്പുപ്പായും മാമായും ഒക്കെ വേണ്ടി പ്രശ്നം ഉണ്ടാക്കി. അവിടെ അടി വരെ നടക്കാറായി. എന്നിട്ടും പള്ളിക്കാർ പറഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങും എന്ന് പറഞ്ഞ് ഇറങ്ങി. അവൾ ഉമ്മായും മോളും താഴെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മോൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ബൈക്കിനെ ചവിട്ടി എറിയാൻ പോണോ, ആ പെട്രോൾ ടാങ്ക് പൊട്ടിച്ച് കത്തിയിടാമെന്ന് മോൻ്റെ പറയണു. തള്ളയും മോനും കൂടെ വേണ്ടിയ പ്രശ്നം അവിടെ. അപ്പോൾ ആൾക്കാരൊക്കെ ഓടിക്കൂടാൻ നേരത്ത് ഇവള് മോനെയും വിളിച്ച് സ്കൂട്ടിയിൽ മക്കളുമായിട്ട് ഓടിക്കളഞ്ഞു അവിടെ നിന്ന്. പിന്നെ അവനെ സമാധാനപ്പെടുത്തി. ഇവരെല്ലാവരും നീ സമാധാനപ്പെട്, നമുക്ക് വേണ്ട, നമുക്കത് ഒഴിച്ചു വിടാ എന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടാണ് വീട്ടിൽ പോകണം. ഇത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ മരണമൊഴിയിലെ ഒരുപക്ഷെ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പോലീസിന് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മാധ്യമങ്ങളും പുസ്തകങ്ങളും വായിക്കേണ്ട കാര്യമാണ്. എൻ്റെ മരണശേഷമെങ്കിലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിരപരാധിത്വം തെളിയണം. എന്നിൽ നിന്നും പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ്. അതായത് ഇദ്ദേഹത്തിനെതിരെ വ്യാജ പരാതികളും മറ്റും കൊടുത്ത് എന്നിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ, പക്ഷെ എൻ്റെ കയ്യിലില്ല. അതായത് പലപ്പോഴും ഇവരില്ലാത്ത കാര്യങ്ങൾ, കൂടുതൽ സ്വത്തുണ്ട്, ഉരുപ്പടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞെങ്കിലും എനിക്കിത് നീതി കിട്ടണം, ഇത് അന്വേഷിച്ച് തക്കതായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്ന അപേക്ഷയാണ് എനിക്കുള്ളത്. ഇത് ഒരു പുരുഷൻ്റെ അല്ല, ഒരുപാട് പുരുഷന്മാരുടെ നിസ്സഹായമായ അവസ്ഥയാണ്. ഇത് സംഭവിച്ചിട്ട് ഒരുപാടൊന്നും അല്ല, കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ഇത് സംഭവിച്ചത്. നമുക്ക് ഒരാഴ്ചയിൽ ഇപ്പറേ ആയിട്ടുള്ളൂ. അതായത് ഒന്നും ചെയ്യാനില്ല. അതായത് ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ പേരും കൂടെ എടുത്ത് പറയുന്നത് മാറ്റി പറഞ്ഞത്, മംഗലപുരം അടക്കമുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരടക്കം ഒരു പെൺകുട്ടി പരാതി പറയുമ്പോൾ അതെല്ലാം സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ പയ്യനെയും പയ്യൻ്റെ വീട്ടുകാരെയും വേട്ടയാടുകയാണ്. ഈ പെൺകുട്ടി പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊന്നും പോലീസുകാർ അന്വേഷിക്കുന്നില്ല. പെൺകുട്ടി പറയുന്നതല്ല അപ്പം ശരിയാണ് എന്ന് പറയുന്നുള്ള മുൻവിധിയാൽ ആൾക്കാർ ഇത് പെരുമാറുകയാണ്. ഇത് മരണമൊഴിയായിട്ട് എടുക്കണം. ഇതൊരു ആത്മഹത്യാക്കുറിപ്പാണ്. അതുകൊണ്ട് തന്നെ മരണമൊഴിയുടെ നിയമസാധുതയുണ്ട്. മരണശേഷമെങ്കിലും എനിക്ക് നീതി കിട്ടണം എന്നൊരാൾ എഴുതി വെച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ. വ്യാജ പരാതികൾ, നിരന്തരമായ പീഡനങ്ങൾ. എന്നിട്ട് ദൗർഭാഗ്യവശാൽ ഈ പെൺകുട്ടി ഈ ആത്മഹത്യക്ക് ശേഷം ഒരു യൂട്യൂബ് ചാനലിലോ ഡിജിറ്റൽ മീഡിയയിലോ ഇരുന്ന് ഈ മരിച്ച ആളെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഒക്കെ, അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരെക്കുറിച്ച് ചീത്ത പറയുകയാണ്. അവസാനം അവർക്ക് ആ വീഡിയോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസും മറ്റും വന്നത് കാരണം ആ പ്രത്യേക ചാനൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു.
കാര്യം കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അതായത് ആ കുട്ടിക്ക് ഇപ്പം ഒരുപക്ഷെ പരാതിയോ മറ്റോ പോവുകയാണെങ്കിൽ ഒരു ഡിഫൻസ് എടുക്കുകയാണ് ആദ്യമേ. ഈ രീതിയിൽ 100% കള്ളപ്പരാതികൾ കൊടുത്ത് 100% ആ പയ്യനെ മാനസികമായി പീഡിപ്പിച്ച് ഇല്ലാത്ത കാശ് തട്ടിയെടുക്കാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുക. ഇതിൻ്റെ പ്രശ്നം അത് അടുത്തതാണ് മീഡിയക്കാർ അഡ്രസ് ചെയ്യേണ്ട പ്രശ്നം. ഇത് പോലീസുകാരോട് പറയുമ്പോൾ പോലീസുകാർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, എന്ത് ചെയ്യാനാണ്? പെൺകുട്ടിയായിരുന്നെങ്കിൽ തിരിച്ച് ഇമ്മീഡിയറ്റ്ലി പയ്യനെ അറസ്റ്റ് ചെയ്യാം, വീട്ടുകാർക്കെതിരെ അന്വേഷണം ഉണ്ടാകാം. ആണായതുകൊണ്ട് നമ്മുടെ കൈകൾ ബന്ധിതമാണ്, ഒന്നും ചെയ്യാനില്ലെന്നാണ്. അപ്പം ബഹുമാനപ്പെട്ട DGPയെ കണ്ട് ബാക്കിയുള്ളവരെ കണ്ട് ഇതിൻ്റെ പരാതി വളരെ ഡീറ്റെയിൽ ആയിട്ട് പരാതി, അതിനോടനുബന്ധമായ തെളിവുകൾ, ഡോക്യുമെന്റ്സ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് DGPയെ കാണുന്നുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ ഓഫീസിലും ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവരുടെ സമയവും ചോദിച്ചിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അവരെ പോയി കാണാൻ. അപ്പോൾ ഈ വിഷയം പൊതുസമൂഹം സീരിയസ് ആയിട്ട് എടുക്കണം. സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ 1.5-1.25 ഇരട്ടി പുരുഷന്മാർ ഈ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവിൽ ഓരോ 4 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുക എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും ഇല്ല. നമ്മുടെ പൊതുസമൂഹം അതിനെ ലഘുവായിട്ടാണ് കാണുന്നത്. ഇതിപ്പം നിങ്ങളിത് അറിയുന്ന എന്തുകൊണ്ടാണ്? നമ്മളിത് വന്ന് പറയുന്നതുകൊണ്ടാ? ഇല്ലെങ്കിൽ വേറെ നിങ്ങൾ എങ്ങനെ അറിയാൻ പോകുന്നു? ഒരുപാട് പേര് എങ്ങനെ പോകുന്നുണ്ട്. പോലീസുകാർ കൂടി വന്നാൽ കുറേ ആത്മഹത്യകളുടെ കൂട്ടത്തിൽ ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. പക്ഷെ ഇത് ബാക്കി കാര്യങ്ങൾ കൊണ്ടല്ല. വ്യാജ പരാതികൾ, ഭാര്യയുടെ അടക്കമുള്ള വ്യാജ കേസുകൾ, ആ കേസിൽ മനം നൊന്തുക, കാശ് പോവുക, അഭിമാനം നഷ്ടമാകുക, അതിൽ ഏകപക്ഷീയമായി പോലീസ് പെരുമാറുക. വേറെ പോലീസിനെതിരെയും കുറച്ചുകൂടെ കാര്യങ്ങളൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. വേറെയും ചില കാര്യങ്ങൾ നീ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ്. പോലീസുകാർ ഞങ്ങളൊക്കെ അവിടെ കിടക്കാൻ തന്നെ ഞങ്ങൾക്ക് ഭയമാണ്. പോലീസുകാരെ പേടിച്ച് അങ്ങനെയുള്ള പോലീസുകാരാണ് ആ സ്റ്റേഷനിൽ ഇരിക്കുന്നത്. പ്രതികരിക്കും, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഭയം ശരിക്കുണ്ട്. ഇനി അവിടെ ആരുമില്ല, ഞങ്ങൾ 3 എണ്ണേ ഉള്ളൂ. എൻ്റെ 2 പെമ്മക്കളും ഞാനും മാത്രമേ ഉള്ളൂ. എൻ്റെ മനുവന് വേറെ ആരുമില്ല. ഞങ്ങൾക്ക് വളരെയേറെ പേടിയുണ്ട്. അവിടുത്തെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയോട് പറയാണ്, നീ അവരെ അടിച്ചിട്ട് വന്നു, ഞാൻ നിന്നെ കേസ് അയക്കാം. അതായത് ഒരു പോലീസുകാരി പറയണത്, പേര് പറയണില്ല. അത് ഇവര് 2 പേരെ SI പറഞ്ഞ് വിലക്ക് ഇങ്ങും വിട്ട്. അപ്പം കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റി വിട്ടിട്ട് ഒരു സ്ത്രീ വിളിച്ച് ഇരുത്തി അവരെ കാര്യങ്ങൾ അത്രയും പറഞ്ഞു കൊടുത്തിട്ട് പറയണം. അപ്പം മോൻ പറയണ എന്നെ അടിച്ച് മേഡം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നിന്നെ അടിച്ചെങ്കിൽ നീ അടി കൊള്ളണം അത് എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് പറയണം, അവളടുത്ത് പറഞ്ഞു കൊടുക്കണം, നീ ഭർത്താവിനെ അടിച്ചോ, നീ അടിച്ചിട്ട് വാ, ഞാൻ കേസെടുക്കാം. എന്നിട്ട് പറയും, അമ്മാവി അടിച്ചിട്ട് വാ, ഞാൻ കേസെടുക്കാം. നാത്തൂന് അടിച്ച. അപ്പോൾ എൻ്റെ മോളും ഞങ്ങളൊക്കെ അടിച്ചെന്നാണ് അവിടെ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോഴും ആ സ്ത്രീ പറയണു, അത് നാത്തൂന് അടിച്ചാലും ഞാൻ പരാതി എടുക്കാം, നീ അടിച്ചിട്ട് ഇങ്ങ് വാ എന്നാണ് ആ കൊച്ച് കേട്ട് ചിരിച്ചും കൊണ്ട് നിൽക്കുന്നു. അപ്പം അവർക്ക് അത്രത്തോളം ഇത് കൊടുക്കുകയാണവർ. പിന്നെ അവർ ഈ ആണുങ്ങളെ ഞങ്ങളെ വെച്ചേക്കോ? അതായത് ആ പെൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ അതിക്രമം കാണിച്ചു തന്നിട്ട് ആ പെൺകുട്ടിയോട് കൗൺസിലിംഗ് അടക്കമുള്ള അവിടുത്തെ പോലീസുകാർ നീ അത് അടിച്ചോ, കുഴപ്പമില്ല, വന്നോ, ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം. ഇത് ഒരു മനുഷ്യന്റെ അല്ല, ഒരുപാട് മനുഷ്യരുടെ അവസ്ഥയാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തുകൊണ്ടാണ് മാധ്യമങ്ങളടക്കമുള്ള പൊതുസമൂഹം അറിയാത്തതെന്ന് പറഞ്ഞാൽ, പുരുഷൻ ഇത് സ്ത്രീയേക്കാൾ നാണക്കേടാണ്. തനിക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ പുരുഷന് സ്ത്രീയെക്കാട്ടി നാണക്കേടാണ്. അവൻ മിണ്ടാതെ അവന്റെ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ പോകുന്നു. അവിടെയാണ് ഞങ്ങൾ ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. എവിടെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം, എവിടെങ്കിലും പോകാനൊരു സ്ഥലം വേണം. പോലീസിന്റെ അടുത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ ഒട്ടും അനുകൂലമായ സമീപനം അല്ല കിട്ടുന്നത്. പോലീസിനോട് ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് നേരെ മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസുകാരുടെ കുറ്റായിട്ട് ഞാൻ പറയല്ല, പോലീസുകാർ പറയാണ്, നമ്മൾ എന്ത് ചെയ്യാനാണ്, ഇപ്പൊ എന്താ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ഞാൻ സാറേ ഒന്ന് അവിടെ വരെ പോകണം, അവിടെ വരെ പോയിട്ടില്ലായിരുന്നവർ. നമ്മൾ സാറേ പോലീസിലൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ വരെ ഒന്ന് പോകണം. ഇന്നലെ മിനിഞ്ഞാന്ന് വന്നിട്ട് വൈകിട്ട് പോയതിൻ്റെ അടുത്ത ദിവസം പോലീസുകാർ അപ്പം ഞാൻ ചെന്ന് പറഞ്ഞുകൊണ്ട് പോയതായിരിക്കും. എത്ര പേർക്ക് നമ്മളങ്ങനെ ചെന്ന് പറയും? വ്യക്തിപരമായിട്ട് എന്നെ അറിയുന്നതുകൊണ്ട് ഒരു TV കാണുന്നതുകൊണ്ടൊക്കെ പോലീസുകാർ എന്നാ പോയേക്കാം, ഇല്ലെങ്കിൽ ഇവൻ ഭാവി നമ്മളെ കുറ്റം പറയുമെന്ന് വിചാരിച്ച് പോയതായിരിക്കും. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ പോകും? അവിടെയാണ് ഇത് സംവിധാനപരമായ സ്ട്രക്ചറലായ ഒരു ഹെൽപ്പ് പലപ്പോഴും പുരുഷന്മാർക്കില്ല. സ്ത്രീയുടെ പരാതി അന്ധമായിട്ട് അങ്ങ് ശരിയായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. മിനിഞ്ഞാന്ന് കൂടി ഒരു വാർത്ത വന്നു, അതുകൂടെ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പോവാം. 50,000 രൂപ ഒരു വനിതാ SIക്ക് പിഴയടച്ചു മനുഷ്യാവകാശ കമ്മീഷൻ, ശ്രീ ബൈജുകുമാർ. ചില ആൾക്കാരെങ്കിലും ശ്രദ്ധിച്ചു കാണും. അതായത് ഒരു പൊതുപ്രവർത്തകനെ ഇതേപോലെ ഒരു വ്യാജ പരാതി കൊടുക്കാൻ ഒരു വനിതാ SI കൂട്ടുന്നു. അവർക്ക് 50,000 രൂപ ഫൈൻ മനുഷ്യാവകാശ കമ്മീഷൻ അടിച്ചു. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. പുരുഷന്റെ നീതി ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്ത എന്തെങ്കിലും ഗുണമുണ്ടെന്നോ തെളിയിക്കുന്ന കാര്യങ്ങളാണ്.
ഇല്ലെങ്കിൽ ആണിന്റെ കംപ്ലൈന്റിന് വിലയില്ല. നിങ്ങൾ എത്ര പേരെ എങ്ങനെ കംപ്ലൈന്റുമായിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കത് നേരിട്ടറിയാം. ആണിന്റെ കംപ്ലൈന്റിന് നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ വിലയില്ല, അവർ മൈൻഡ് ചെയ്യില്ല. നമ്മൾ പുറകെ നടന്ന് നിർബന്ധിച്ചാലാണ് ഒരു എന്താ പറയണേ അക്നോളജ്മെന്റ് റെസീറ്റ് പോലും തരുന്നത്. അപ്പൊ ഇത് ഘടനാപരമായ ഒരു പ്രശ്നമാണ്, മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. DGP അടക്കം കാണുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം അവസാനം. അപ്പൊ ഈ പ്രശ്നം മീഡിയക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത്. അതൊരു വളരെ ജെന്യുവിനായ പ്രശ്നമാണ്, അതൊരു എപ്പിഡമിക്കാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് ആൾക്കാർ അനുഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഒക്കെ കോട്ട് ചെയ്ത് പറയുന്നത്. ഓരോ 11 മിനിറ്റിലുമാണ് ഇന്ത്യയിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ഓരോ 4 മിനിറ്റിലുമാണ് ഇന്ത്യയിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇതൊക്കെ ഗവൺമെന്റിന്റെ കണക്കല്ലേ, നമ്മൾ കയ്യിൽ നിന്നുണ്ടാക്കി പറയുന്നതല്ലോ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് ജനങ്ങൾ അറിയുന്നുമില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് ജനങ്ങൾ അറിയുന്നില്ല. ഈ വിഷയത്തിൽ തന്നെ ഒരു പ്രത്യേക മാധ്യമം ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ഉമ്മയുടെ ഉണ്ട്, ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ഫാമിലി ഉണ്ട്, മറുഭാഗത്ത് ഇവരെ കരിവാരി തേക്കാൻ ആ പെൺകുട്ടിക്കാണ് അവസരം കൊടുക്കുന്നത്. അവസാനം അവരത് ടേക്ക് ഡൗൺ ചെയ്തത് വേറൊരു കാര്യം. അതായത് സ്വന്തം ബോംബ് അടിച്ച് എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ഈ നമ്മുടെ പണിമുടക്ക് ദിവസം ആറ്റിങ്ങൽ ചെന്ന് കാണണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ വിളിച്ചു. എന്റെ മോൻ മരിച്ചിട്ടൊന്ന് 4 ദിവസം ആയോളൂ സാറേ, ഇനി അവർക്ക് ഇനി എന്ത് വേണം? എന്റെ മോനെ കൊന്നിട്ടും മതിയായില്ലേ അവർക്ക്? ആര് പരാതി എന്നു പറഞ്ഞ അസിന്റെ പരാതി എന്നു. ഇനി ആരെ കൊല്ലണം? ഇനി ഞങ്ങളെ കൊല്ലണം? ഞാനും കൂടെ ഉള്ളു അവൾ കൊല്ലാനായിട്ട്. ഇവർക്ക് 2 പേർക്കും ആളുണ്ട്. ഞാനും കൂടെ എന്നെയും കൂടെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാവും. അതായിരിക്കും അങ്ങനെ. ഞാൻ ഉടനെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് പോണ്ടാന്ന് പറഞ്ഞ് ഞാൻ വരൂലെന്ന് പറഞ്ഞപ്പോൾ 10 മണിക്ക് വന്നേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എൻ്റെ മോൻ മരിച്ച് പണിമുടക്കിൻ്റെ അന്ന് എൻ്റെ മോൻ മരിച്ച് ഞാൻ വേദനയിലും കണ്ണീരിലും ഞാൻ എൻ്റെ മക്കളും ഇരിക്കുകയാണ്. ഞാൻ വരൂല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അത് ഞാൻ പറഞ്ഞു എൻ്റെ മരുമോൻ വന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ മെമ്പറുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് മെമ്പർ ആ ഓഫീസിൽ വിളിച്ച് കാര്യം ഇതുപോലെ പറഞ്ഞ് അവരും അറിഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ മോൻ മരിച്ചിട്ടുണ്ടെന്ന് അവിടെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഓഫീസിൽ പരാതി കൊടുത്തേക്കണം ഞങ്ങൾ സ്വർണം കൊടുക്കണമെന്ന്. ഇനി അവൾ ആരെടുത്ത് പോയി സ്വർണം കേൾക്കണത്? അവർ സ്വർണം കൊടുത്തോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മോനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ കൊന്നില്ലേ ഇവൾ? ഇനി അവൾ ആരെടുത്ത് പോയി ചോദിക്കും? നിങ്ങൾ അതിന്റെ ഒരു ഗൗരവം ആലോചിക്കണ്ടേ? മകൻ മരിച്ചു 3-ാം ദിവസം നിൽക്കുന്ന ഒരു ഉമ്മയോടാണ് പണിമുടക്കിന്റെ ദിവസം രാവിലെ 10 മണിക്ക് നിങ്ങൾ ഹാജരാവണമെന്ന് പറയുന്നത്. അത് പോലീസുകാർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പോലീസുകാർ ചെയ്യുന്നത് പെൺകുട്ടി പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു എന്ന് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമാവും. നമ്മൾ റിസ്ക് എടുക്കുന്നത് എന്തിന്? ആ ഒരു സെൻസിറ്റിവിറ്റിയോ മകൻ മരിച്ചതോ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് എന്താണ് അതൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല. ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് വരണം. വയ്യാത്ത പണിമുടക്കിന്റെ ദിവസം യാത്രയാത്ത ദിവസം രാവിലെ 10 മണിക്ക് വരണം എന്ന് വിളിച്ചു പറയുന്നത്. അവിടെയാണ് ഒരു സോഷ്യൽ സപ്പോർട്ടിന്റെ ആവശ്യം. അങ്ങനെ ഇത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരുന്ന കേസുകളല്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പലപ്പോഴും പൊതുജനങ്ങളുടെ സമക്ഷം അത്തരം കാര്യങ്ങൾ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമുക്ക് ഘടനാപരമായ ആണുങ്ങളും മനുഷ്യരല്ലേ, എന്തെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം എക്കോ സിസ്റ്റം അവർക്ക് വേണ്ടേ? നാളെ നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്താൽ ഒരു സിമ്പത്തറ്റിക് ലിസണിങ് അല്ലെങ്കിൽ കേൾക്കാനെങ്കിലും ഒരാൾ വേണ്ടേ? അവിടെയാണ് ഇത് കൊടുക്കുമ്പോൾ ശരിയാണ്, നിങ്ങളുടെ പരാതി ഉണ്ട്, നമ്മൾ പരിഗണിക്കുന്നുണ്ട്, നോക്കാം എന്ന് പറയാൻ ഒരാൾ. ഇപ്പം മെമ്പർ അവിടുത്തെ വളരെ സപ്പോർട്ടീവ് ആയിട്ടൊരാളാണ് റഫീഖ് അല്ലേ? റഫീഖ് അടക്കമുള്ള സി പി എമ്മിൻ്റെ ആളാണ്. വളരെ സപ്പോർട്ടീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അടക്കം അവിടെ സപ്പോർട്ട് ചെയ്തു. ഇത് ഞങ്ങൾക്ക് എത്ര പേർക്കാണ് ചെയ്യാൻ കഴിയുക? പക്ഷേ ഘടനാപരമായ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ്. കാര്യം കൂടെ പറയാനുണ്ട്. ആ മക്കളെ പ്രസവിച്ചല്ലേ വളർത്തുന്നത്? പെൺമക്കളെ പ്രസവിച്ച് വളർത്തും പോലല്ലേ ആ മക്കളെ വളർത്തുന്നത്? നമ്മൾ എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് മക്കളെ പറ്റി വളർത്തുന്നത്. അതുപോലെ തന്നെയാണ് പെൺമക്കളെ പോലെ തന്നെയാണ് ആ മക്കളെ പ്രസവിച്ച് എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് വളർത്തുന്നത്. അപ്പൊ ആ മക്കൾക്ക് ഒരു നീതി ഇല്ലേ? ഈ നാട്ടിന് ഒരു നീതി ഇല്ലേ? എൻ്റെ മോനിക്ക് നീതി കിട്ടണം. ഇവള് എന്ത് കാണിച്ചിട്ട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് വെളിയിൽ കൊണ്ടുവരണം. സത്യം വെളിയിൽ കൊണ്ടുവന്ന് ഇവളെ ശിക്ഷിക്കണം എന്ന് തന്നെ പറയണേ. അല്ലാതെ ഞാൻ ജീവിക്കൂല. ഇവൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്താലേ ഞാൻ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്യും. ഇവളെ ശിക്ഷിക്കണം. ഇവളെ തള്ളയാണ്. 2 പേരും കൂടെ ചേർന്നാണ് എൻ്റെ മോനെ ഭീഷണിപ്പെടുത്തത്. റൂമിനകത്ത് വെച്ചിട്ട് പറയുന്നത് 2 ടെമ്പോയും അവളെ വേർക്ക് എഴുതി കൊടുക്കണമെന്ന്. അങ്ങനെയാണ് നിരന്തരം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. നമ്മൾ അറിയുന്നില്ല. പിന്നീടാണ് പറയണവൻ അമ്മ പ്രമാണം തരാം, അവളെ പേരിൽ ടെമ്പോ എഴുതി കൊടുക്കണം. അവൾ ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ പറയണം, ഞാൻ ഈ മതിലിടിച്ച് വലുതാക്കും, 2 ടെമ്പോയും അവളെ വീട്ടിൽ കയറ്റിയിട്ട് കൊടുക്കണമെന്ന് എൻ്റെ മോൻ്റെ പറഞ്ഞ് ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഉമ്മ സമാധാനപ്പെടുമ്മ എന്ന് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി.
ഞാനങ്ങനെ പോവും അമ്മ, ഞാനങ്ങനെ പോവും. അങ്ങനെ ഉള്ള ഒരു മോൻ എന്തിനു ഈ വേല ചെയ്ത്? അത്രത്തോളം എൻ്റെ മോനെ അവൾ വിഷമിപ്പിച്ച് ആ ഘട്ടത്തിൽ അവൾ എത്തിച്ച് എൻ്റെ മോനെ കൊന്നിട്ട് അവക്ക് പലവനുമായിട്ട് പോയി ജീവിക്കാനും അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് അവക്ക് ഭർത്താവിൻ്റെ ഒരു രീതിയിലല്ല ജീവിക്കാനുള്ളത്. അവളെ തള്ള ഒരു കാര്യം വേണം, തള്ള 3 മക്കളെ പ്രസവിച്ചിട്ട് ആ ഭർത്താവിനെ അടിച്ചു കളഞ്ഞ് കേസ് കൊടുത്ത് ഏതറ്റം വരെ കയറ്റാനുണ്ടോ കയറ്റി അവിടെ നിന്ന് ആ ആളിനെ നഷ്ടപരിഹാരവും സാമ്പത്തികമായിട്ട് ഒരുപാട് പിഴിഞ്ഞ് അവൾ ബാങ്കിൽ അക്കൗണ്ടിൽ ഇട്ടേക്കാണ്. അതുപോലെ എൻ്റെ മോനെ അതുപോലെ ആക്കി എടുക്കാനാണ് അവർ ശ്രമിച്ചത്. ഇതാണ് സത്യം, അല്ലാതെ ജീവിക്കാനല്ല അവൾ വന്നത്. ഞങ്ങളെ വീട്ടിൽ എൻ്റെ മോനെ കൈ കടത്തി ജീവിക്കാനല്ല വന്നത്. അവൻ്റെ സാമ്പത്തികം അവനെ ഇല്ലാതാക്കണം, അതിന് തന്നെയാണ് അവൾ വന്നത്, അല്ലാതെ അവൾ ജീവിക്കാനല്ല അവൾ വന്നത്. ഈ സത്യം ഞാൻ എവിടെയും പറയും. എൻ്റെ മോൻ്റെ നിരപരാധിത്വം തെളിയിക്കണം, തെളിയിച്ച് തന്നെ മാറണം. ഇവളെ ശിക്ഷിക്കണം, ഇവളെ കോടതിയിൽ ശിക്ഷിക്കണം, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഒരിക്കലും മരിക്കാൻ പാടില്ല. എന്റെ സഹോദരന് ഇത് പറ്റിയതുപോലെ ഒരു പുരുഷന്മാർ ഇനി മരിക്കാൻ പാടില്ല. അത്രയ്ക്ക് വേദനയുണ്ട്. താത്താമാരും മക്കളും ഉമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. ഞങ്ങളെയൊക്കെ വിട്ടു പോയാൽ എങ്ങനെ തോന്നി കേട്ടോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെ കൊണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഞങ്ങളെ സഹോദരൻ ഞങ്ങളെ വിട്ടിട്ട് പോയത്. നല്ലതുപോലെ പെരുമാറി ഇതുപോലെ ഒരു മാന്യനായ മനുഷ്യ ആ നാട്ടിലില്ല. ഓരോ കുഞ്ഞും പറയും, 5 വയസ്സായ മക്കളും പറയും സുനീറൊക്കെ നല്ലതാണെന്ന്. അങ്ങനെ ഒരു സഹോദരനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഞങ്ങൾക്ക് നീതി കിട്ടണം. എൻ്റെ സഹോദരന്റെ മരണത്തിന് അവർക്ക് ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. ഞങ്ങൾ എത്ര അറ്റം വരെയും പോകും. ആരെന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് അതിൻ്റെതായ തെളിവെല്ലാം ഞങ്ങളെടുത്തുണ്ട്. എൻ്റെ സഹോദരന് നീതി കിട്ടിയേ പറ്റൂ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി അനുകൂലിച്ച് നിൽക്കണം. ഒരു പെണ്ണ് മരിച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടി നിൽക്കും. ഒരു പുരുഷൻ മരിച്ചാൽ അതുപോലെ നിങ്ങൾ എല്ലാവരും നിൽക്കണം. ഇതുപോലെ ഇനിയൊരു പുരുഷൻ മരിക്കാൻ പാടില്ല സ്ത്രീകളെ പീഡനം കാരണം. നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. എൻ്റെ സഹോദരൻ്റെ വിധി ഈ ലോകത്ത് ആർക്കും വരാൻ പാടില്ല. കാരണം അത്രയ്ക്ക് ഉമ്മായും സഹോദരങ്ങളെയും ഈ നാട്ടുകാരെയും അവൻ്റെ ബന്ധുക്കളെ സ്നേഹിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അവനിക്ക് ഈ അവസ്ഥ വന്നെന്ന് പറഞ്ഞ് ഈ ലോകം വിശ്വസിക്കില്ല. എൻ്റെ കൊച്ചു ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ മാമാനെ വേറെ ആടിന് കാരണം. അവൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. അവൻ്റെ മാമ ഈ അവസ്ഥ അവൻ കാണുമെന്ന് വിചാരിച്ചിട്ട് എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ. ഞാൻ രാത്രി എൻ്റെ കൊച്ചിനെ ഞാൻ ഉറക്കണത്. ഇന്നലെ വരെ അവൻ രാത്രി 2-3 മണിയായിട്ട് എൻ്റെ കൊച്ചു ഉറങ്ങിയില്ല. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് മാമാന്ന് വെച്ചാൽ. അങ്ങനെ ഒരു സഹോദരനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി നിൽക്കണം. എൻ്റെ സഹോദരൻ നീതി വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. അത്രയ്ക്ക് വേദനയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ പുറപ്പിനെ നഷ്ടപ്പെട്ടതിന്. അതാണ് ദയവായി നിങ്ങൾ ആ വിഷയം ശ്രദ്ധിക്കണം. ആ സ്ത്രീക്ക് കിട്ടുന്നൊരു പരിഗണന. ഇതേപോലെ ഒരുപാട് സ്ത്രീകളും തീർച്ചയായിട്ടും ഒരു പുരുഷന്മാരുടെ പീഡനത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പ്രശ്നമുണ്ട്, ഒരു സംശയവുമില്ല. അത് അവർക്ക് കൊടുക്കുന്നൊരു മാന്യത അല്ലെങ്കിൽ മര്യാദ അല്ലെങ്കിൽ നീതി മാധ്യമങ്ങളും കോടതിയും പോലീസും എല്ലാം ഈ വിഷയത്തിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. DGPയുടെ ഓഫീസിലേക്കാണ് ഇനിയും പോകുന്നത്. നമ്മൾ എന്തായാലും ഇതെഴുതി മേടിക്കും. പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായിട്ട് പോകുന്നുണ്ട്. അറിയിച്ചു. അവളെ അമ്മ പറഞ്ഞ് അത് അങ്ങനെ തന്നെയാണ്. അവക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെയൊക്കെ ജയിലിൽ കയറ്റുമെന്ന്. നിങ്ങൾ ആരെയും വിടൂല, ഞങ്ങളെല്ലാവരെയും ജയിലിൽ കയറ്റും. ആ മരണസമയത്ത് ചാറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല എന്തിനാണ്. അതിന് മുമ്പേ ഫോൺ വിളിച്ച് ഇത് തന്നെ ഇവരെ ഈ ബന്ധം ഇവര് രണ്ടുപേരും 3 മാസമേ കൂടെ ജീവിച്ചുള്ളൂ. 3-ാം മാസമാണ് അവളെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ട് അവളെ വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോയതിനു ശേഷം അവളെ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് അവൾ വേറെ പയ്യനുമായി ചാറ്റ് ചെയ്തത്. എൻ്റെ സഹോദരൻ്റെ ചെവിയിലെത്തി. 2-3 കേസ് എൻ്റെ സഹോദരൻ്റെ ചെവിയിലെത്തി. എന്നിട്ട് അവൾ അതെല്ലാം തള്ളിക്കളഞ്ഞു. ചുമ്മാ വീട്ടിൽ രാത്രി ചുമ്മാ ഇരുന്നപ്പോൾ അവളെ അക്കൗണ്ടിൽ ഒന്ന് കയറി നോക്കിയപ്പോൾ കിടപ്പുരയുടെ രംഗങ്ങൾ വരെ സഹിതം വരെ ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ് അവൾ സന്തോഷിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ ചെയ്യുമോ എന്ന് കേട്ട് ആ രാത്രി തന്നെ എൻ്റെ സഹോദരൻ പൊട്ടിത്തെറിക്കുകയാണ്. എനിക്ക് സഹിക്കാൻ പറ്റണില്ല, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അവൾ എൻ്റെ ഭാര്യയിൽ എന്നെ കളഞ്ഞിട്ട് അവൾ എൻ്റെ ബന്ധം തീർത്തിട്ട് അവൾ ഇങ്ങനെയൊക്കെ പോകാത്തെന്ന് അവിടെ കിടന്ന് ബഹളം വയ്ക്കും. ഞങ്ങളെല്ലാവരും പറഞ്ഞ് സമാധാനപ്പെടുത്തിയാണ് എൻ്റെ സഹോദരനെ അവിടെ വെച്ചിരുന്നത്. പിറ്റേ ദിവസം രാവിലെ പോയി ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. ഇതുപോലെയാണ് സാറേ, അവൾ ഇതുപോലെ രാത്രി പലരുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു തത്തിയാക്കൂല. പക്ഷെ ആ പയ്യൻ അവിടെ വന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞ് ഞാനുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ആ പയ്യൻ അവിടെ ഒന്ന് സമ്മതിച്ചു. അവൾ ഒരു രീതിക്ക് സമ്മതിക്കില്ലായിരുന്നു. ഇനി അതിൻ്റെ ഒരു കൗതുകമേ, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകളോട് അഡ്വക്കേറ്റ്സും പറഞ്ഞു കൊടുക്കുന്നത് ആദ്യമേ കൗണ്ടർ കംപ്ലൈൻറ്റ് കൊടുത്തിടാനാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. ഇതേപോലത്തുള്ള പരാതിയായിട്ട് പോകുമ്പോൾ ഇപ്പോഴും ആ പെൺകുട്ടി ചെയ്തതാണ്. ഞങ്ങളുടെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടി ഓൾറെഡി
ഞാൻ ഇവരുടെ വീട്ടിൽ ചെല്ലുകയും ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾ ഇട്ടിരുന്നു. പെൺകുട്ടിയോ പെൺകുട്ടിയുടെ വീട്ടുകാരോ ഇത് കണ്ടുകൊണ്ട് ആദ്യമേ ഒരു കാര്യം കൊടുക്കും. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പോലീസുകാർ പെൺകുട്ടിയുടെ മൊഴി മാത്രം അല്ലെങ്കിൽ കാര്യം മാത്രം എടുക്കും, ഇവർ പറയുന്നതിനെ ശ്രദ്ധിക്കുകയും ചെയ്യില്ല. ഏതെങ്കിലും രീതിയിലൊരു പ്രശ്നം വന്നാൽ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ പള്ളി എഴുതിയിട്ടുണ്ട്. പുള്ളി വളരെ എനിക്ക് ബഹുമാനം തോന്നിയത് ഏറ്റവും മിതത്വമായിട്ട് എഴുതി, എൻ്റെ കയ്യിൽ നിന്ന് ഒരു മിഡിൽ ക്ലാസ് ആ റേഞ്ചുള്ള എൻ്റെ കയ്യിൽ നിന്ന് കുറെ കാശ് മേടിച്ചെടുക്കാനുള്ള നീക്കം ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ഒരാൾ മരണമൊഴിയായിട്ട് എഴുതുകയാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ ഒരു അതായത് ഇയാൾ അംബാനിയാണെന്നല്ല, പക്ഷേ ആ ഒരു രീതിയിൽ എന്തായാലും ബന്ധം പിരിഞ്ഞു പോവാണ്, കുറച്ച് കാശ് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുക. ആ എക്സ്റ്റോർഷന് നിന്നു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നിയമ സംവിധാനത്തിന് ആ ലൂപ്പോളുണ്ട്. എന്നിട്ട് ഈസി ആയിട്ട് പറഞ്ഞാൽ അത് എന്നെ പീഡിപ്പിച്ചു, എന്നെ അടിച്ചു തുടങ്ങിയ കാര്യങ്ങൾ. ഇല്ലെങ്കിൽ ഇതെന്നും നാളെ കോടതി വരുമ്പോൾ എന്താ ഇത്രയൊന്നും യാതൊരു ഡീറ്റെയിൽസും ഇല്ല. കോടതി വരുമ്പോൾ പെൺകുട്ടിയുടെ മൊഴിയുണ്ട്, ആ മൊഴി കൊഹറന്റ് ആണ്, ആ മൊഴിക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ, അതിനാണ് പ്രാധാന്യം കിട്ടുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നമാണ്. അവസാനം പയ്യന്റെ അഡ്വക്കേറ്റ് പറയും താന്നു കൊടുക്ക്, ഇല്ലെങ്കിൽ നിനക്ക് തന്നെ നഷ്ടവും. അപ്പം പോലീസുകാർ മറുഭാഗത്ത് അന്വേഷിക്കണ്ടേ? പോലീസുകാർ മറുഭാഗത്ത് അന്വേഷിക്കണം. ഇപ്പം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ മൊബൈൽ അടക്കമുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയോട് അന്ന് സ്നാപ്ചാറ്റിലാണ് തോന്നുന്നത്, അന്ന് രാത്രി ചാറ്റ് ചെയ്യുന്നതിൻ്റെ സാധനങ്ങളുണ്ട്. ഇവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആത്മഹത്യാ പ്രേരണ കാര്യത്തിൽ ഒരു അന്വേഷണമെങ്കിലും നമ്മൾ പറയുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണം 7 ദിവസമായിട്ട് ഇതുവരെ അവർ വീട്ടിനകത്ത് വന്ന ഒരു കാര്യം ചോദിച്ചിട്ടില്ല പോലീസുകാർ. മംഗലപുരത്ത് ഞാൻ പേഴ്സണലി പോയി. ഇനി പോലീസുകാരുടെയും കുറ്റമല്ല, ഞാൻ അവിടുത്തെ വളരെ മുതിർന്ന ഒരാളോട് സംസാരിച്ചു. പുള്ളിനോട് ചോദിച്ചു, അഡ്വക്കേറ്റ് അല്ലേ അറിഞ്ഞൂടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ചോദിക്കുന്നത് ന്യായമാണ്, അഡ്വക്കേറ്റ് അല്ലേ അറിഞ്ഞൂടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ഒരു പ്രശ്നമേ ഘടനാപരമായൊരു അനീതി നിപ്പുണ്ട്, അത് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ദയവായി ശ്രദ്ധിക്കണം, അത്തരം വിഷയങ്ങൾ നിങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന. നമ്മളിത് കഴിഞ്ഞപ്പം DGPയുടെ ഓഫീസിലേക്ക് പോവാണ്. താങ്ക് യു.